പക്ഷേ ഓരോ ദിവസവും മഴയുടെ മുന്നറിയിപ്പുകൾ വരുമ്പോൾ കേരളം ആശങ്കയിലാണ്. കാരണം രണ്ട് പ്രളയത്തെ അതിജീവിച്ചോ എന്നൊക്കെ പറയുമ്പോഴും എത്ര അത് അതിജീവിച്ചോ എന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിശക്തമായ ന്യൂനമർദ്ദം, ചക്രവാത ചുഴി, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അങ്ങനെ മൊത്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ തരത്തിലേക്ക് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഇനിയൊരു പ്രളയത്തിനുള്ള സാധ്യതയുണ്ടോ? അല്ലെ, പ്രളയത്തിൻ്റെ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് അങ്ങനെ പ്രവചിക്കാനായിട്ട് പറ്റില്ല എന്തായാലും. പക്ഷേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പെയ്ത മഴ എന്ന് പറയുന്നത് മേഘവിസ്ഫോടനമാണ് എന്ന് മഴയുമായി ബന്ധപ്പെട്ട ശാസ്ത്രലോകം വിലയിരുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെയുള്ള മഴകളെ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നുള്ളൂ, അതിനെ അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. മുൻകാലങ്ങളിലുണ്ടായിരുന്ന തരത്തിലുള്ള മഴയല്ല. അത് ചിലപ്പോൾ ഒരു ചെറിയ പ്രദേശത്ത് തന്നെ ആയിരിക്കാം കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ പേമാരിയായി ഈ പറയുന്ന പുതിയ ഭാഷയിൽ മേഘവിസ്ഫോടനമായിട്ടൊക്കെ മാറിത്തീരുന്നു. എന്നുവെച്ചാൽ മഴമേഘങ്ങൾ ഒരു പ്രത്യേക മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയും അത് മുഴുവനും കണ്ടൻസ് ചെയ്ത് ആ പ്രദേശത്ത് തന്നെ ചൊരിയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ശരിക്കും. ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയ അപകടമാണ്. ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ഒരു പ്രത്യേക പ്രദേശത്ത് ഈ മഴ സാന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കാരണം അവിടെ വരുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ആ വെള്ളത്തെ താങ്ങാനായിട്ട് ആ പ്രദേശത്തിന് പറ്റാതെ വരുന്ന സമയത്താണ് അത് ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലായിട്ട് മാറിത്തീരുന്നത് എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നതാണ്. നേരത്തെയും മഴ ഇതുമാതിരിയൊക്കെ പെയ്യായിരുന്നു. പക്ഷേ മഴയ്ക്ക് അന്ന് ആ സമയത്തൊക്കെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ച് പെയ്യുന്ന മഴയായിരുന്നു. അപ്പോൾ അതിൻ്റെ അപകടം എന്ന് പറയുന്നത് കുറവായിരുന്നു. അത് മാറി ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുന്നു. അത് ഉണ്ടാക്കുന്ന ഫലം എന്ന് പറയുന്നത് നമുക്ക് മാരകമായി മാറിത്തീരുന്നു. അതുകൊണ്ടാണ് ആളുകൾ ഭയപ്പെടുന്നത്. മുമ്പ് ഇതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ നമുക്ക് അറിവ് കൂടുമ്പോൾ രണ്ട് പ്രശ്നങ്ങളുണ്ടാകും. ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് വരുന്ന സമയത്ത് നമ്മൾ ഭയം വർദ്ധിക്കും. കാരണം നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതേപോലെ തന്നെ ഭരണ നേതൃത്വത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഉത്തരം കൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ജാഗ്രത ഇല്ലാഞ്ഞിട്ടാണോ ഈ ആളുകളൊക്കെ ഇങ്ങനെ വലിയ ദുരന്തത്തിൽപ്പെട്ട് ഒലിച്ചു പോയി ഇല്ലാതാകുന്നത്? അല്ല, ഇവർ പറയുന്ന ജാഗ്രതയൊക്കെയാണ്. ജാഗ്രതയേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പ്രവൃത്തിയാണ് അവർ നടത്തേണ്ടത് അത് കൃത്യമായിട്ട് വ്യക്തമാക്കി കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാം ജപ്പാനിൽ എപ്പോഴും എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജാഗ്രത എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർക്കുണ്ട്. ജാഗ്രത മാത്രമല്ല, ഈ ഭൂകമ്പത്തിൻ്റെ സൂചനകൾ ലഭിച്ചാൽ എന്ത് ചെയ്യണം എന്ന് അവരോട് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അവിടുത്തെ ശാസ്ത്രലോകം കൃത്യമായിട്ട് അത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു സംവിധാനം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഉരുൾപൊട്ടലുണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും വലിയ കാര്യമില്ല. കാരണം വെച്ചാൽ എല്ലാവരും കൂടി പൊട്ടി വലിച്ചിങ്ങനെ പോകും എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ അതിൻ്റെ സൂചനകൾ കിട്ടുന്ന സമയത്ത് ആളുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പ്രകൃതി തരിപ്പണമാകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന നമ്മളുടെ നിർമ്മിതികളൊക്കെ തകർന്നു പോകാം, വീടും അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ ഇല്ലാതാകും. പക്ഷേ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുത്താതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. നമ്മളുടെ ആവശ്യം അതങ്ങനെയാണ്. കാരണം ഈ മലഞ്ചെരുവുകളിലൊക്കെ പോയിട്ട് വീടൊക്കെ വെച്ച് താമസിക്കുന്ന ആളുകളോട് നിങ്ങൾ ആ വീട് ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞാൽ അവരാരും പോകില്ല. കാരണം അവരുടെ ജീവിതത്തിൽ അവരാകെ ഉണ്ടാക്കിയിരിക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് ആ വീടും അതിൻ്റെ പരിസരങ്ങളും അതവർ നിർമ്മിച്ചെടുത്തിരിക്കുന്ന സാധനമാണ്. അത് ഉപേക്ഷിച്ച് പോവുക എന്നവരോട് പറഞ്ഞതിനിടയിൽ അവൻ്റെ ജീവൻ ഉപേക്ഷിച്ച് പോവുക എന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അവൻ പോകാത്തത്. പക്ഷെ അപ്പം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ ഈ സമയങ്ങളിൽ ഇപ്പോൾ മഴ നേരത്തെ തുടങ്ങി. നമുക്ക് നേരത്തെ ജൂൺ ജൂലൈ മാസങ്ങളായിരുന്ന മഴയുടെ ഒരു ആരംഭം. ജൂൺ 1-ാം തീയതി നമ്മളുടെ കുട്ടികൾ നനഞ്ഞ് സ്കൂളിലേക്ക് പോവുകയും തിരിച്ച് നനഞ്ഞു വരികയും ചെയ്യുമ്പോഴാണ് മഴ വന്നല്ലോ എന്ന് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ ഈ ഏപ്രിലിൽ തന്നെ പല ദിവസവും ശക്തമായിട്ടുള്ള മഴ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് മഴയ്ക്ക് സീസൺ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥ മാറ്റം
എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുക, നമ്മളുടെ ജീവനെ എങ്ങനെയാണ് അത് നശിപ്പിക്കുക, ഇത് നമ്മൾ പല ഇൻസിഡൻസിലൂടെ പ്രളയത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസമൊക്കെ വരുന്ന സമയത്താണ് എല്ലാവർക്കും ഭയം വളരെ കൂടുതൽ. കാരണം എന്ന് വെച്ചാൽ ആ പ്രളയത്തിൻ്റെ ഓർമ്മകൾ ആ സമയത്താണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഏപ്രിൽ തന്നെ ഇത് തുടങ്ങിയല്ലോ. ഏപ്രിൽ തന്നെ ഇത് ഭീകരമായിട്ടുള്ള രീതിയിൽ ഈ കൊല്ലത്തെ വർഷം വരും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മാഷെ. പക്ഷെ മാഷി പറയുന്നത് പോലെ മലയോര പ്രദേശങ്ങളൊക്കെ താമസിക്കുക, ഇപ്പോൾ വയനാടൊക്കെ ചൂരൽമല മുണ്ടക്കയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനകൾ സമ്മാനിച്ച സ്ഥലങ്ങളാണ്. അവിടുത്തെ മനുഷ്യർ ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ തീരപ്രദേശങ്ങളിൽ മലയോര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ ജാഗ്രത പാലിച്ചതുകൊണ്ടോ അവരുടെ ജീവൻ രക്ഷപ്പെടാനോ അവരതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താനോ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? അല്ല, അതാണ് പ്രശ്നം. അതിനുള്ളൊരു സംവിധാനം പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് സർക്കാർ മാറിയാൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ കൃത്യമായിട്ട് അതിൻ്റെ പിന്നാലെ തൂങ്ങി നടക്കുകയും അവസാനം അവരുടെ ജീവൻ തന്നെ പോവുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടാകും. അത് മാറ്റേണ്ടതൊരാവശ്യമാണ്. ഞാൻ പറയുന്നത് ഇതാണ്, ഈ ഒരു പ്രത്യേക കാലത്തേക്ക് അവർക്ക് മറ്റൊരിടത്ത് മാറി താമസിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കി കൊടുത്ത് അവരെ മാറ്റി താമസിപ്പിച്ച് എന്നിട്ട് അവരുടെ വീടും പരിസരങ്ങളും എന്ന് പറയുന്നത് നിരീക്ഷിക്കാനായിട്ടുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഈ അർദ്ധരാത്രിയിൽ ഒലിച്ചു വരുന്നതായിട്ടുള്ള പാറക്കൂട്ടത്തിൻ്റെയും മണ്ണിൻ്റെയും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയും ഒപ്പം ഇവർക്ക് ഒലിച്ചു പോകേണ്ടതായിട്ട് വരില്ല. അങ്ങനത്തെ ഒരു സംവിധാനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും സർക്കാർ ആലോചിക്കേണ്ട ആവശ്യമാണ്. ഈ കസ്തൂരിരംഗ റിപ്പോർട്ടൊക്കെ പല ആവർത്തി വന്നിട്ട് എന്തുകൊണ്ടാണ് പക്ഷേ അത്തരം കാര്യങ്ങളിലോട്ട് കൂടുതൽ ഗൗരവം ഈ സർക്കാർ എടുക്കാത്തത്? ഈ സർക്കാർ എന്നല്ല, ഏത് സർക്കാരുകളാണെങ്കിലും. അല്ല, അതിൻ്റെ പ്രശ്നം ഇപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ അത് ഒരു ഡെമോക്ലസ് വാൾ പോലെ കേരള ജനതയുടെ മുമ്പിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പലപ്പോഴും അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഗവൺമെൻറ് പരിശോധിക്കുന്ന സമയത്ത് ഗവൺമെൻറ് തോന്നുന്നത് അത് കുറേ കാലം കൂടി നിന്നേക്കും എന്നാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരങ്ങനെ പറയുകയും അത് ശരിയാണെന്ന് കരുതുകയും ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയിൽ ഇപ്പോൾ പൊട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുന്നതായിട്ടുള്ള ആളും ഒരുപാടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനത്തെ ഒരു അനവധാനത എന്ന് പറയുന്നത് നമ്മുടെ അധികാര സംവിധാനത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞാലും അതൊന്നും ചെയ്യാതെ അവരിങ്ങനെ കഴിഞ്ഞുകൂടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറണം, അത് മാറേണ്ട ഒരു ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ജപ്പാൻ്റെ കാര്യം പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ടത് മാറ്റുന്നുണ്ട് അവർ. നമുക്കത് മാറ്റാൻ പറ്റാത്തത് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഉരുൾപൊട്ടലും ഈ ദുരന്തവുമൊക്കെ എന്നാണ്. അതല്ലാതെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിപ്പോഴും മാറിയിട്ടില്ല, അല്ലെങ്കിൽ മാറും എന്ന് നമ്മൾ കരുതുന്നില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ കടലാക്രമണം, കടലിങ്ങനെ കയറി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വൃശ്ചികപ്പൊക്കം എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ഒരു പ്രത്യേക സാഹചര്യം, ആ സമയത്തിലേക്ക് ഒരു വെള്ളം എന്ന് പറയുന്നത് പലയിടങ്ങളിലേക്കും ഇരച്ചു കയറും. ഇപ്പോൾ ഈ വൃശ്ചികപ്പൊക്കത്തിന് മാത്രമല്ല മറ്റ് പല സമയങ്ങളിലും കടൽ വെള്ളം ഇങ്ങനെ പൊങ്ങി ഒരു പ്രദേശം മുഴുവനും ഈ വെള്ളത്തിലിങ്ങനെ മുങ്ങി കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ അങ്ങനെ നമ്മളിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറി നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലം ഇപ്പോൾ നമുക്ക് അറിയാം, ഈ കൊല്ലം ജില്ലയുടെ ഒരു അവിടുത്തെ ആ തുരുത്ത്, മൺറോ തുരുത്ത് ഇല്ലേ, അതൊക്കെ വെള്ളത്തിലായില്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മളതിൽ തീവണ്ടിയിലിരുന്ന് പോകുന്ന സമയത്ത് അത് വെള്ളത്തിലിങ്ങനെ മുങ്ങി പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് മാറി താമസിക്കുക അല്ലെങ്കിൽ പോവുക, അത് ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തിരിച്ച് പോക്ക് സാധ്യമല്ലാത്ത രീതിയിലേക്ക് ആ പ്രദേശം വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.